ശ്രാവണ ചന്ദ്രിക പൂച്ചൂടിച്ചു, ഭൂമി കന്യക പുഞ്ചിരിച്ചു. അവളുടെ ലജ്ജയിൽ വിടരും ചൊടികളിൽ അനുരാഗ കവിത വിരിഞ്ഞു. ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു. ശ്രാവണ ചന്ദ്രിക പൂച്ചൂടിച്ചു, ഭൂമി കന്യക പുഞ്ചിരിച്ചു. അവളുടെ ലജ്ജയിൽ വിടരും ചൊടികളിൽ അനുരാഗ കവിത വിരിഞ്ഞു. ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു. നീലാകാശ താമരയിലയിൽ നക്ഷത്രലിപിയിൽ പവിഴ കൈനഖമുനയാൽ പ്രകൃതി കവിത പകർത്തിവച്ചു. ഞാൻ അവനെ സ്നേഹിച്ചു. വന്നു കണ്ടു കീഴടക്കി, എന്നെ കേളി പുഷ്പമാക്കി. ശ്രാവണ ചന്ദ്രിക പൂച്ചൂടിച്ചു, ഭൂമി കന്യക പുഞ്ചിരിച്ചു. അവളുടെ ലജ്ജയിൽ വിടരും ചൊടികളിൽ അനുരാഗ കവിത വിരിഞ്ഞു. ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു. ഗ്രീഷ്മ, നമസ്കാരം. നമ്മൾ ഇതിനു മുന്നേ ഏകദേശം എത്രയാണ്, ഒരു വർഷത്തിന് മേലെ ഉണ്ടാവും അല്ലെ പ്രോഗ്രാം ചെയ്തിട്ട്? എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പൊ അതിനുശേഷമുള്ള അനുഭവങ്ങളൊക്കെ? പ്രോഗ്രാമിന് കുറച്ച് ആൾക്കാർ അറിയും. അതിനുശേഷം വല്ല ഈ സമിതിയിൽ അല്ലെങ്കിൽ ഗാനമേള വേദികളൊക്കെ പോയിട്ടുണ്ടോ? അതിന്റെ ശേഷം ഒരു ആൽബം പാടാൻ പറ്റി. ഒരു കൃഷ്ണന്റെ പാട്ട് പാടാനായിട്ട് പറ്റി. ശരി. മെലഡി ഗാനങ്ങളാണ് കൂടുതൽ പാടുക? മെലഡി ഗാനങ്ങളാണ് കൂടുതൽ പാടാറില്ലേ? മെലഡി ആയിട്ടുള്ള ഗാനം. ഫാസ്റ്റ് ഗാനങ്ങളൊക്കെ പാടാറുണ്ടോ? ഫാസ്റ്റ് ചിലതൊക്കെ പാടാറുണ്ട്. നമ്മൾ അന്ന് ചോദിച്ചാണ്, എന്തെങ്കിലും ചോദിക്കാണ്. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് ഭർത്താവ്, കുട്ടികള്. 2 കുട്ടികള്, മൂന്നാള് ഹസ്ബൻഡ്. സ്ഥലം കറക്റ്റ് ആയിട്ട് പറയണെങ്കിൽ? സ്ഥലം കാവീട്. ഗുരുവായൂരിന്റെ അടുത്ത് കാവീട്. കാവീട് അമ്പലത്തിന്റെ അടുത്ത്. അതായത് ഗുരുവായൂർ ആനക്കോട്ട അടുത്താണല്ലോ കാവീട്. നമുക്കറിയെങ്കിലും പ്രേക്ഷകർക്ക് അറിയില്ല, അതുകൊണ്ട് പിന്നെ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് രണ്ടാമത്തെ പാട്ട് കേൾക്കാം. കാരണം നമ്മൾ അന്ന് കൂടുതൽ സംസാരിച്ച കാരണം കൊണ്ട് പിന്നെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഒരു പാട്ട് കൂടി പാടാം. ആഷാഢമാസ നിശീദിനി തൻ വനസീമയിലൂടെ ആരും കാണാതെ, കാറ്റും കേൾക്കാതെ എന്നെയും തേടി വരുന്നു. എൻ മൺകുടിൽ തേടി വരുന്നു. നീതു കാണാതെ പോകയോ, നീതു ചൂടാതെ പോകയോ. നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന വീഥിയിൽ നിന്നെ പ്രതീക്ഷിച്ചു നിന്നു. ഒരു കൃഷ്ണ തുളസി കതിരുമായി നിന്നെ ഞാൻ എന്നും പ്രതീക്ഷിച്ചു നിന്നു. നീതു കാണാതെ പോകയോ, നീതു ചൂടാതെ പോകയോ. നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന വീഥിയിൽ നോക്കല്ലേ. ഗ്രീഷ്മ വളരെ നന്നായി കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് കൂടിയാണത്. അപ്പോൾ ഞാൻ കൂടുതൽ പറയുന്നില്ല. നമുക്ക് ഇനി അടുത്ത ഒരു എപ്പിസോഡായിട്ട് ഇത് വന്നതിന് ശേഷം പിന്നീട് നമുക്ക് നല്ല പാട്ടുകളായിട്ട് വീണ്ടും വരാം. ഓക്കെ, നല്ല സന്തോഷം ഇന്നത്തെ എപ്പിസോഡ് വന്നതിലൊക്കെ. എനിക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ വന്നതിൽ അതിനും സന്തോഷം.